സ്വാശ്രയ മേഖലയെ സുതാര്യവൽക്കരിച്ചുകൊണ്ട് സ്വകാര്യ കുത്തക മുതലാളിമാർക്ക് തീരെഴുതാൻ വേണ്ടി തീരുമാനിച്ച ഗവൺമെന്റിന്റെ നയത്തിനെതിരെ എസ്എഫ്ഐ പ്രവർത്തകർ ബുധനാഴ്ച തലസ്ഥാനത്ത് നടത്തിയ മാർച്ചിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെ പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് എസ്എഫ്ഐ ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. എസ്എഫ്ഐ ജില്ലാ സെക്രട്ടറി കെ സബീഷ് ഉദ്ഘാടനം ചെയ്തു. യുഡിഎഫിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കേരളത്തിനകത്തെ വിദ്യാർത്ഥി സമരത്തെ അതിക്രൂരമായി നേരിടുന്ന ഒരു സ്ഥിതിയാണ്, ഒരു സാഹചര്യമാണ് ഇന്ന് തലസ്ഥാന നഗരിയിലുണ്ടായിട്ടുള്ളത്. ആവശ്യമായി ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കേരളത്തിനകത്ത് വിദ്യാർത്ഥി സമൂഹം ഇന്ന് സമരരംഗത്തേക്ക് വന്നിട്ടുള്ളത്. ആ സമരത്തെ ആകെ അടിച്ചമർത്താനുള്ള ഒരു നീക്കവുമായിട്ടാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന യുഡിഎഫിന്റെ ഗവൺമെന്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. സമാധാനപരമായിട്ട് സമരം നടത്തിയിട്ടുള്ള വിദ്യാർത്ഥികളെ പോലീസ് ലാത്തിച്ചാർജ് ചെയ്യുകയാണ്. സെക്രട്ടേറിയറ്റ് മാർച്ച് തീരുമാനിച്ച് സെക്രട്ടേറിയറ്റിന് എത്തുന്നതിന് മുമ്പ് തന്നെ പോലീസ് പ്രകടനക്കാരെ ബാക്കിൽ നിന്ന് മർദ്ദിക്കുന്ന സ്ഥിതിയാണ് ഇന്ന് തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടുള്ളത്. അതുകൂടാതെ ഗ്രനേഡ് ഉപയോഗിക്കുന്നു, അതുപോലെ തന്നെ ടിയർ ഗ്യാസ് ഷെല്ലുകൾ ഉപയോഗിക്കുകയാണ്. ഗ്രനേഡും ടിയർ ഗ്യാസും എല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ട് വിദ്യാർത്ഥി സമരത്തെ തെരുവിൽ നേരിടുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് അനന്തപുരിയിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് വിദ്യാർത്ഥികൾ പോയ സമയത്ത് കോളേജിന് അകത്തേക്ക് ഗ്രനേഡ് എറിഞ്ഞുകൊണ്ട് കോളേജിലെ സാധാരണക്കാരായിട്ടുള്ള എസ്എഫ്ഐ പ്രവർത്തകരല്ലാത്ത വിദ്യാർത്ഥികൾക്കുൾപ്പെടെ ഭീകരമായിട്ടുള്ള മർദ്ദനങ്ങളും അതുപോലെ തന്നെ പരിക്കുകളെല്ലാം തന്നെ ഏൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് തലസ്ഥാനത്തുണ്ടായിട്ടുള്ളത്. വിദ്യാർത്ഥി സമരത്തെയാകെ ചോരയിൽ മുക്കിക്കൊല്ലാനുള്ള ഒരു ഇടപെടലാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, ഞങ്ങൾ ഈ കേരളത്തിനകത്ത് തെരുവിലിറങ്ങിയിട്ടുള്ളത്, വിദ്യാർത്ഥികൾ ഇന്ന് തെരുവിലിറങ്ങിയിട്ടുള്ളത് ന്യായമായിട്ടുള്ള മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്. സ്വാശ്രയ മേഖലയെ സ്വകാര്യവൽക്കരിച്ചുകൊണ്ട് സ്വകാര്യ കുത്തക മുതലാളിമാർക്ക് തീരെഴുതാൻ വേണ്ടി തീരുമാനിച്ച ഗവൺമെന്റിന്റെ നയത്തിനെതിരായിട്ടാണ് എസ്എഫ്ഐ ഇന്ന് തെരുവിലിറങ്ങിയിട്ടുള്ളത്. കേരളത്തിനകത്ത് 600ഓളം വരുന്ന വിദ്യാർത്ഥികൾക്ക് മാന്യമായിട്ടുള്ള ഫീസ് കൊടുത്തുകൊണ്ട് സ്വാശ്രയ കോളേജിൽ പഠിക്കാനുള്ള ഒരു സൗകര്യം ഈ കേരളത്തിനകത്ത് ഉണ്ടായിരുന്നു. അത് നശിപ്പിച്ചതിന് എതിരായിട്ടാണ് എസ്എഫ്ഐ എന്ന് തെരുവിലിറങ്ങിയിട്ടുള്ളത്. ആ സമരത്തെയാണ് അതിക്രൂരമായി ഉമ്മൻചാണ്ടിയുടെ പോലീസ് നേരിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ അതിശക്തമായിട്ടുള്ള സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി തന്നെയാണ് എസ്എഫ്ഐ തീരുമാനിച്ചത്. അങ്ങനെ കേവലം 1-2 സമരങ്ങൾക്ക് അടിയുണ്ടായാൽ അല്ലെങ്കിൽ പോലീസിന്റെ ലാത്തിച്ചാർജ് ഭയന്ന് സമരം അവസാനിപ്പിച്ച പാരമ്പര്യമല്ല എസ്എഫ്ഐയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. സമരത്തെ എല്ലാം തന്നെ നേരിട്ട് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം നടപ്പിലാക്കിയിട്ടുള്ള പാരമ്പര്യമാണ് എസ്എഫ്ഐക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ജീവൻ പോകുന്നത് വരെ സമരം ചെയ്യാൻ വേണ്ടി തയ്യാറാവണം. ആ സമരത്തെ എല്ലാം തന്നെ ഈ ജനങ്ങൾ ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള യുവജന ബഹുജന പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ ഏറ്റെടുക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് മുഴുവൻ സഖാക്കളെയും എസ്എഫ്ഐയുടെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ. പി കെ രതീഷ് അധ്യക്ഷതയും വി ഗിരീഷ് സ്വാഗതവും പറഞ്ഞു. ഡിവൈഎഫ്ഐ DC അംഗം ശിവജി വെള്ളിക്കോത്ത് സംസാരിച്ചു.